بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഇഷ്ടപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. പാപങ്ങൾ ചെറുതും വലുതും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നമ്മൾക്കിടയിലുള്ള എല്ലാ രോഗികൾക്കും നമുക്കും കാമിലായ ശിഫാവും ശമനവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഓൾ എയ്സ് ഓൺ റഫ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ തുറന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു വാചകം. റഫ ഭൂമി ശ്മശാന ഭൂമിയായി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മെ വല്ലാതെ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നു. ഒരുപാട് മാസങ്ങളായി ആരംഭം കുറിച്ചിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ ഫലസ്തീനിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളോട് റഫയിൽ പോയി അഭയം പ്രാപിക്കൂ എന്ന് പറഞ്ഞാണ് റഫയിലേക്ക് മുഴുവൻ ആളുകളെയും എത്തിച്ചത്. ഇതൊരു ചതിയായിരുന്നു. ലോകത്തുള്ള സംഘടനകളും സംഘങ്ങളും കോടതികളും എല്ലാം ഇടപെട്ടിട്ടും അക്രമം നിർത്തണം എന്ന് അവരോട് ഉപദേശങ്ങൾ നൽകിയിട്ടും വലിയ പ്രഖ്യാപനങ്ങൾ നൽകിയിട്ടും ചെവികൊള്ളാൻ മനസ്സില്ലാതെ പച്ച മനുഷ്യരെ കത്തിക്കുകയും അഗ്നിക്കിരയാക്കുകയും വേട്ടയാടുകയും ചെയ്യുന്ന വളരെ വിഷമകരമായ ഒരു കാഴ്ച. അത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആവിർഭാവം തൊട്ടേ ജൂതന്മാരുടെ കുടിലതകളും ഹൃദയത്തിൽ അവർ സൂക്ഷിക്കുന്ന ദീനിനോടുള്ള വൈരാഗ്യവും പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا. അല്ലാഹുവിനെ ഉൾക്കൊള്ളുകയും ഉറച്ച മുസ്ലിമായി ജീവിക്കുകയും ചെയ്യുന്ന സമുദായങ്ങളോട് കടുത്ത വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ജൂത മതസ്ഥരാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. വല്ലദീന അശ്റകൂ മുശ്രിക്കീങ്ങളാണ്, ദൈവനിഷേധികളാണ്, നിരീശ്വരവാദികളാണ്. പല ടൈറ്റിലുകളിലും നമ്മൾക്ക് അവരെ പരിചയപ്പെടുത്താം. അല്ലാഹു ഒരുപാടുണ്ട്, അതല്ലെങ്കിൽ അല്ലാഹു എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമില്ല. പലതരത്തിലും അല്ലാഹുവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് വിഭാഗക്കാരുണ്ട്. അവർക്കെല്ലാം അവരുടെ പ്രകടന പരതകൾ പലപ്പോഴും അവരുടെ ചില ആഗ്രഹ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടിയായിരിക്കാം നിങ്ങൾക്കിടയിൽ നല്ലതുപോലെ വർത്തിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ മുഴുവൻ കുടികൊള്ളുന്നത് നിങ്ങളോടുള്ള അസഹിഷ്ണുതയാണ്, വെറുപ്പാണ്, വൈരാഗ്യമാണ്. ഇത് നിങ്ങൾ കണ്ടും മനസ്സിലാക്കിയും മാത്രമേ അവരോട് ഇടപെടാവൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും സഈദ് ഇബ്നു ജുബൈർ തങ്ങളും ഇവിടെ നൽകുന്ന വിവക്ഷയുണ്ട്. നസാറാക്കളെ കുറിച്ച് പറഞ്ഞിടത്ത് അൽ മുറാദു ബിഹിൻ നജ്ജാശി വ ഖൗമുഹു الذين قدموا من الحبشة على الرسول صلى الله عليه وسلم وآمنوا به. ഈമാനുള്ള ആളുകളോട് നല്ല വെറുപ്പുള്ളവർ എന്ന് സൂചിപ്പിച്ചവരിൽ ജൂതന്മാരുണ്ട്, മുശ്രിക്കീങ്ങളുണ്ട്. ഒരിച്ചിരിയെങ്കിലും അവരോട് അടുപ്പം പുലർത്തുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ വിവരിച്ചവരിൽ നസാറാക്കളുണ്ട്.
ഈ നസാറാക്കൾ എന്ന് പറഞ്ഞവർ ആരാണ്? മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നജാശി രാജാവും സംഘവും ഹബീബിന്റെ അരികിലേക്ക് അവർ നസറാനികളായിരുന്നു, നസാറ മതവിഭാഗത്തിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. ഹബീബിന്റെ അരികിൽ അവർ വരുന്നുണ്ട്, ഇസ്ലാമിലേക്ക് അവർ കടന്നു വരുന്നുണ്ട്. ഈ ഒരു രംഗത്തെ മാത്രം വർണ്ണിക്കുകയാണ്. ഈമാനിനോട് അല്പമെങ്കിലും അടുപ്പമുള്ളവർ നസാറാക്കളാണെന്ന് പറഞ്ഞവർ, അതല്ലാതെ ലോകത്തുള്ള മൊത്തം നസാറാക്കളും ഈ വർഗത്തിൽ നിങ്ങൾ എണ്ണരുതേ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എത്ര വേദന ജനിപ്പിക്കുന്ന സന്ദർഭങ്ങളിലും എനിക്ക് മുകളിൽ നിരീക്ഷിക്കാനും എന്നെ പരിപാലിക്കുവാനും വേണ്ടത് നൽകുവാനും ഞാനൊരു ചെറിയ വേദന അനുഭവിക്കുമ്പോൾ ഇരട്ടി മധുരം നൽകുവാനും എന്റെ സൃഷ്ടാവായ റബ്ബ് മുകളിലുണ്ട് എന്ന തിരിച്ചറിവിൽ ക്ഷമയോടെ ജീവിക്കുന്ന മുസൽമാന്റെ ജീവിതത്തെ വിശ്വാസമില്ലാത്തവർക്ക് കാണുമ്പോൾ സഹിക്കാൻ കഴിയില്ല. എല്ലാ വർഗങ്ങളുടെയും ഹൃദയത്തിലെ താല്പര്യവും ആലോചനകളും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇടപെടുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചേക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നസാറാക്കൾ എന്ന് പറഞ്ഞത് വ്യാപകമായ അർത്ഥത്തിലല്ല, ഇച്ചിരിയെങ്കിലും ദീനിനോട് മമതയുള്ളവർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഹബീബിന്റെ അരികിൽ ചെന്ന് ഇസ്ലാം വിശ്വസിച്ച നജാശി രാജാവും തന്റെ സമൂഹവും മാത്രമാണ്. വലം യുരിദ് ജമീഅൻ നസാറാ മഅ ളുഹൂരി അദാവതിഹിം ലിൽ മുസ്ലിമീൻ. എല്ലാ കാലഘട്ടങ്ങളിലും ജീവിക്കുന്നവരിൽ ജൂതരിലും നസാറാക്കളിലും ഒക്കെ ഇങ്ങനെ വെറുപ്പും വിദ്വേഷവും കാണിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാം. മഹാന്മാരായ പണ്ഡിതന്മാർ മറ്റൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ കടുത്ത വൈരാഗ്യം സൂക്ഷിക്കുന്നവർ ജൂതരാണ് എന്ന് ഖുർആൻ സ്പഷ്ടമായി തന്നെ ഇവിടെ പ്രഖ്യാപനം നടത്തിയല്ലോ. അവിടെ മദ്ഹബുൽ യഹൂദി, ജൂതന്മാരുടെ സ്ഥിതിയും അവരുടെ ജീവിത വ്യവസ്ഥകളും ഇങ്ങനെയാണ്. അന്നഹു യജിബു അലൈഹിം ഈസാലു ശർരി ഇലാ മൻ യുഖാലിഫുഹും ഫിദ്ദീൻ. അവരുടെ മതങ്ങളോട് താല്പര്യമില്ലാത്തവർ, അവരുടെ മതങ്ങളോട് വിലങ്ങു നിൽക്കുന്നവർ, അവർക്ക് മോശങ്ങൾ വരട്ടെ, നഷ്ടങ്ങൾ വരട്ടെ, പരാജയങ്ങൾ വരട്ടെ എന്ന് കാത്തു നിൽക്കുന്നവരാണവർ. ഏത് വിധത്തിലായാലും അവർ വിജയിക്കരുത്, അവർ പൊങ്ങരുത്, അവർ നല്ല രൂപത്തിൽ ജീവിക്കുന്നത് കാണരുത് എന്ന് ആശിക്കുന്നവരാണ് ജൂതമതസ്ഥരായ ആളുകൾ. രഹസ്യമായി പിടികൊടുക്കാൻ കഴിയാതെ വധിച്ചു കളയാൻ സാധ്യമാകുമെങ്കിൽ അവർ ദീനിനെ അവരുടെ മതത്തെ അംഗീകരിക്കുന്നവരാണെങ്കിൽ വധവും അവർ ചെയ്യുന്നതാണ്. കൊല്ലാനും അവർ മടിക്കില്ല. കൊന്നുകളഞ്ഞാൽ എപ്പോഴെങ്കിലും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നു കണ്ടാൽ സമ്പത്ത് എങ്ങനെ കൊള്ളയടിക്കാമെന്നവർ പരിശോധിക്കും. കവർച്ച നടത്താൻ, ഇതൊക്കെ ദുനിയാവിലെ മുസൽമാനായി ജീവിക്കുമ്പോൾ ചിലപ്പോൾ കൂടെ കഴിയുന്ന ഇതര വിശ്വാസികളിൽ നിന്ന് കാണേണ്ടി വരുന്ന ചില നടപടിക്രമങ്ങളാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. പക്ഷേ നസാറാക്കളുടെ മതങ്ങളുടെ അഭിപ്രായ പ്രകാരം അവരുടെ ഐഡിയോളജിയോ അവരുടെ തത്വസംഹിതകളോ അവരെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ രൂക്ഷമായ വഴികൾ തേടണം എന്നല്ല. അവരുടെ മതത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കൽ നിഷിദ്ധമാണെങ്കിലും അവരുടെ മതക്കാർക്ക് പ്രാമുഖ്യം നൽകുകയും അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവർ പരമാവധി ചെയ്യുകയും ചെയ്യും എന്ന് ഇതിന് വിവക്ഷ നൽകുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണേ, സുഖങ്ങൾ മാത്രം തേടാനല്ലല്ലോ ദുനിയാവോ. സങ്കടങ്ങൾ വരും. വിശ്വാസി പരീക്ഷണങ്ങളുടെ നടുക്കയങ്ങളിലാണ് അവന്റെ ജീവിതമുള്ളത്. മുസ്ലിമായി പിറന്ന ലോകത്തുള്ള ഏത് ദിക്കുകളിൽ
റൂമിൽ കഴിയുന്ന വിശ്വാസിയായാലും അവന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ പരിഗണിക്കട്ടെ എന്നല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് അവന്റെ കൂട്ടുകാരന് പറ്റുന്ന വേദന, അവന്റെ കൂട്ടുകാരന്റെ ദേഹത്ത് വരുന്ന മുറിവ് അവന്റെ സ്വശരീരത്തിൽ നിൽക്കുന്ന വേദന പോലെ പരിഗണിക്കണം എന്നാണ്. ഇങ്ങനെ കാണുമ്പോൾ തളരാത്ത കണ്ണുകളോ ഹൃദയങ്ങളോ ഇല്ല. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വലിയ ആയുധം നിങ്ങളുടെ പക്കലുണ്ട് എന്ന്. ഉപയോഗപ്പെടുത്താനാകണം. അപ്പോഴും പരസ്പരം പോരടിച്ചും നിസ്സാരമായ കാര്യകാരണങ്ങളുടെ പേരിൽ പരസ്പരം പഴി പറഞ്ഞും സോഷ്യൽ മീഡിയകളിൽ പരസ്പരം ഇകഴ്ത്തിയും താറടിച്ചും ഒരുത്തന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയും അതിൽ പ്രത്യേകം രസം കൊണ്ടും ഇങ്ങനെയൊക്കെ ജീവിതം നശിപ്പിക്കരുത്. അങ്ങനെ വന്നാൽ ഒരല്പനേരത്തെ സുഖത്തിലപ്പുറം നമുക്കൊരു മെച്ചവും ഭൂമിയിൽ ഇല്ല. അല്ലാഹുവേ, നീ കാത്തു രക്ഷിക്കണേ അല്ലാ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുവാനുണ്ട്. നമ്മൾ ഭയങ്കര തല്ലിലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തു നേട്ടമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവിടെ ആരും നമ്മളുടെ മുമ്പിൽ വലുതല്ല. നമുക്ക് സ്ഥാനങ്ങളോ അല്ലാഹു കൊടുത്ത ആദരവോ ഇതൊന്നും ആരും വിഷയാക്കണില്ലല്ലോ. അവരവർക്ക് സ്വന്തം കാര്യം നേടിയാലും മതി, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ പഠിച്ചവന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. ഒരു വിധിയും ഒരു ഹിസാബും നമുക്കൊക്കെ കൺമുമ്പിൽ കാണുവാനുണ്ട്. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. അല്ലാഹു നമുക്കൊക്കെ നല്ല ബോധവും ചിന്തയും തരട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അക്രമികളായി മദ്ലൂമികളായി ലോകത്തുള്ളവർ അവർക്ക് വലിയ പരിഗണന. അക്രമിക്ക് ഉശിരും ശക്തിയും ഉണ്ടെങ്കിലും ഒരു നേരത്തെ നിസാരമായ മൽപ്പിടുത്തത്തിൽ അവനെ തളർത്തിക്കിടത്തി ജയിക്കാൻ കഴിഞ്ഞാലും അല്ലാഹുവിന്റെ അരികിൽ മദ്ലൂമിന്റെ സ്ഥാനം വലുതാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ദഅവത്തുൽ മദ്ലൂമി തുഹ്മലു അലൽ ഗമാം. മേഘക്കീറുകൾക്കിടയിലൂടെ മദ്ലൂമിന്റെ വേദന നിറഞ്ഞ കണ്ണുനീർ ചാലിച്ച പ്രാർത്ഥനകൾ ഉയർത്തപ്പെടും. ആകാശലോകങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടും. റബ്ബ് പറയുമത്രേ, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ പ്രതാപശാലിയായി കാത്തിരിക്കുകയാണ്. ഞാൻ മക്കളെ, നിങ്ങൾക്ക് എന്റെ സഹായമുണ്ട്. ആരും പരിഭവപ്പെടേണ്ട, നിങ്ങൾ ആരും കരയണ്ട. ഒരല്പസമയം കഴിഞ്ഞാലും എന്റെ സഹായം നിങ്ങളിൽ ഇറങ്ങി വരും എന്ന് അല്ലാഹു ആ പ്രാർത്ഥനകൾക്ക് മറുപടി പറയുന്നുണ്ട് എന്ന് ഹബീബായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരീക്ഷണവാദികളാണ് ഒരു പക്ഷേ അക്രമങ്ങളുടെ രൂപത്തിൽ കയറി വരുന്നത്. കേൾക്കാൻ റബ്ബുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. आओ तैबा को चले दर्द के मारे सारे. വിശ്വാസികളോട് അഭയം കൊള്ളാൻ ത്വയ്ബയും മദീനയും സുന്നത്തും ഖുർആനും പരിശുദ്ധമായ ദീനിന്റെ ആചാരാനുഷ്ഠാന കർമ്മങ്ങളും മാത്രമേ മുസൽമാന്റെ മുമ്പിൽ അഭയം കൊള്ളാനുള്ളൂ. आओ तैबा को चले ദർദ് കെ മാരേ സാരേ. എത്ര വേദനകൾ വന്നാലും അഭയം കൊള്ളാനൊരിടം മദീനയാണ്. മദീന കാണിച്ച നായകരാണ്. അത് പഠിപ്പിച്ച ഹബീബിന്റെ അധ്യാപനങ്ങളിൽ തെളിഞ്ഞു കണ്ട കഅബാലയമാണ്, ചര്യകളാണ്, സുന്നത്താണ്. കോൻ സംജേഗാ യഹാ ദർദ് ഹമാരേ സാരേ. ആരുണ്ട് നമ്മുടെ വേദന മനസ്സിലാക്കാൻ? അല്ലാഹു അല്ലാതെ ഒരു ശക്തിക്കും മനുഷ്യന്റെ ഉള്ളിൽ കിടന്നെരിപിരി കൊള്ളുന്ന വേദനയുടെ കാഠിന്യത്തെ ഉൾക്കൊള്ളാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ആകില്ലല്ലോ. കോൻ സംജേഗാ ഹമാരേ, കോൻ സംജേഗാ യഹാ ദർദ് ഹമാരേ സാരേ. വേദനകളെല്ലാം മനസ്സിലാക്കാൻ ഒരു ശക്തി അല്ലാഹു എന്ന പരമ്പൊരുളായ തമ്പുരാൻ മാത്രമാണ്. അതുകൊണ്ട് വേദനകൾ വന്നാലും ജീവിതത്തിന്റെ ദുരിതക്കയങ്ങൾ വന്നാലും ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്കെല്ലാത്തിനും തികഞ്ഞവനായ റബ്ബ് മതി
എന്ന ധാരണയോടെ തെറ്റുകൾ തിരുത്തി നന്നാകാൻ ശ്രമിക്കുക. നമസ്കാരങ്ങളോട് കൃത്യത പുലർത്തുക. ജീവിതത്തിൽ നമ്മൾ ചെയ്തു വീട്ടേണ്ട ബാധ്യതകളെ കൃത്യമായി നിറവേറ്റാൻ ശ്രമിക്കുക. ഉറച്ച മുസ്ലിമാവുക. ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്ന ഒരുപാട് ഹജ്ജാജിമാർ നമ്മുടെ നാട്ടിന്റെ പരിസരങ്ങളിൽ നിന്നെല്ലാം അൽഹംദുലില്ലാഹ് പഠിച്ചവനെ അവർക്കൊക്കെ മനോഹരമായ ഹജ്ജും ഉംറയും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നൽകണേ റബ്ബേ. ആഗ്രഹം പോലെ നല്ല രൂപത്തിൽ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഹബീബായ നബി തങ്ങൾ എന്ന ലോകത്തിന്റെ രാജാവിനെ വധിച്ചു കളയാൻ ഒട്ടേറെ വധ ശ്രമങ്ങളും ഗൂഢാലോചനകളും ഹബീബ് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, കാണേണ്ടി വന്നിട്ടുണ്ട്. ഉഹദ് യുദ്ധം കഴിയുമ്പോൾ ജൂതന്മാർ ശക്തമായ എതിർപ്പിലും ഹബീബിന് മറുപടി കൊടുക്കണം എന്ന തരത്തിലുള്ള ആലോചനകളിലുമായിരുന്നു മദീനയുടെ പരിസരങ്ങളിൽ മുഴുവൻ. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകും. അതിപ്പോഴും വാദി വജ്ജ് എന്ന് പറയുന്ന ഒരു സ്ഥലം തായിഫിന്റെ ഭാഗങ്ങളിൽ കാണാം. അതിന് പ്രത്യേകമായ 2 സ്തൂപങ്ങളെ അതിന് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. വാദി വജ്ജ്. അവിടെ ഉള്ളിൽ ചെന്നാൽ അതിന്റെ ഉള്ളിലാണ് ഒരു പള്ളി കാണാം നമുക്ക്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്ന് ഒരു വീടിന്റെ, ഒരു മലഞ്ചെരിവിന്റെ താഴെയുള്ള ഒരു പള്ളിയെന്നോ വീടെന്നോ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കെട്ടിടത്തിന്റെ അരികത്തിരിക്കുമ്പോഴാണ് കൂടെ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ തങ്ങളുണ്ട്. കൃത്യമായി മുകളിൽ നിന്ന് ആസൂത്രിതമായി ഒരു കല്ലോ ഭാരമുള്ള വസ്തുവോ തലക്കിടിച്ചു കൊല്ലാൻ കഴിയുന്ന തരത്തിൽ സൗകര്യമൊരുങ്ങിയ ഒരു വേളയിലായിരുന്നു പിശാച് പ്രത്യക്ഷപ്പെട്ടത്. ഉന്തിത്തള്ളിയിടാൻ പറ്റുന്ന ഒരു പാറക്കഷ്ണവും അവിടെയുള്ള ജൂതന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. പിശാച് വന്ന് ചോദിക്കുന്ന ആളുകളോട്, അയ്യുക്കും യഖുദു ഹാദിഹി റഹാ, ഈ കല്ലാരാണ് കൊണ്ടുപോയിടുക? ഫയസ്ഉദു ബിഹാ ഫയുൽഖിഹാ അലാ റഅ്സി മുഹമ്മദ്. ഹബീബിന്റെ തലയിലിട്ട് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ ആരാണ് മുന്നോട്ട് വരിക? കല്ല് ഞാൻ സെറ്റാക്കി തരാം, സ്ഥലവും നമ്മൾ ഡിസൈൻ ചെയ്തു തരാം, ആളെയും താഴെ നമ്മൾ കൊണ്ടുവന്നു തരാം, ഇട്ടാ മതി, അവസരങ്ങളൊക്കെ നമ്മൾ ഒരുക്കി തരാം. ചില ആളുകൾക്കൊന്നും ധൈര്യം വന്നില്ല. ധൈര്യം കാണിച്ച് ചില പോക്കിരിമാരുണ്ടായിരുന്നു അവിടെ. ചരിത്രം അങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. ആ സമൂഹത്തിലെ ഏറ്റവും വിഡ്ഢിയായ പരാജിതനായിരുന്ന അംർ ഇബ്നു ജഹാഷ് എന്ന് പറയുന്നയാൾ പറഞ്ഞു, അത്രയും ഇബ്ലീസിന്റെ ചോദ്യത്തിന് മുഹമ്മദിനെ കൊല്ലാൻ സംഗതി സെറ്റാണെന്ന് ഞാൻ നോക്കി. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന സലാം ഇബ്നു മിശ്കം എന്ന് പറയുന്നയാൾ പറഞ്ഞു, നിങ്ങൾ ചെയ്യരുത്. ഉഹദ് യുദ്ധത്തിൽ ചില ഉടമ്പടികൾ ചെയ്തിരുന്നു. നാട്ടിൽ ക്രമസമാധാനത്തിന് അനിവാര്യമായ ഉടമ്പടികൾ. സലാം എന്ന മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യാൻ പാടില്ല, ആ കരാർ പൊളിക്കരുത്, നാട്ടിൽ കുഴപ്പങ്ങൾ വരും. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദ്, നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ആലോചനകളൊക്കെ അറിയും കേട്ടോ. ഒരുപാട് ഘട്ടങ്ങളിൽ നമ്മുടെ പദ്ധതികളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. മുഹമ്മദുമായി കളിക്കാൻ നിൽക്കരുതേ, ഇത് നമുക്ക് നല്ലതിനുള്ള പോക്കല്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. നമുക്കിടയിലുള്ള ഒരു കരാറുണ്ട്, പൊളിക്കരുതേ എന്ന് ആ മനുഷ്യൻ അംർ ഇബ്നു ജഹാഷ് എന്ന് പറയുന്നയാൾ ഒരുപാട് തവണ വിലക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ പിന്മാറിയില്ല. ആ കല്ല് കൊണ്ടുവന്നിടാൻ തന്നെ അയാൾ ശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾ ആ പർവ്വതത്തിന്റെ മുകളിൽ കയറി. ഇന്നും ആ കല്ല് കാണാം. ചെറിയ ഒരു കല്ലിന്റെ ബലത്തിൽ ആ കല്ലിങ്ങനെ ഉന്തി നിൽക്കുകയാണ് പുറത്തേക്ക്. താഴെ ഒരു ചെറിയ പള്ളി എന്നിപ്പോൾ സൂചിപ്പിക്കുന്ന ചെറിയൊരു കെട്ടിടമുണ്ട്. അതിന്റെ താഴെ ഹബീബ് ഇരുന്ന ഒരു സ്ഥലവുമുണ്ട്. ആ സ്ഥലമുണ്ട്. അന്നേ ശ്രമങ്ങളുണ്ട്. ആരെ? ഹബീബായ പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം.
പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ അവസരങ്ങളെല്ലാം ഒത്തിണങ്ങിയപ്പോഴായിരുന്നു കല്ല് വന്ന് താഴെ പതിയാൻ നിൽക്കുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ഹബീബിനെ തോണ്ടി പിറകിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നത്. നബിയെ പെട്ടെന്ന് ഇവിടെ വരും, ഒരു കാര്യം പറയാനുണ്ട്. ഹബീബ് വേഗം തിരികെ പിറകിലോട്ട് വന്നു. പെട്ടെന്ന് ഹബീബായ നബി തങ്ങൾ മദീനയുടെ ഭാഗത്തേക്ക് കുളരി നടന്നു. സ്വഹാബികൾ ചോദിച്ചു, നബി ഇതെന്താണ് പെട്ടെന്നൊരു വരവും എണീറ്റ് പോക്കും? ഹബീബായ നബി തങ്ങൾ ഞങ്ങൾ നല്ല ആളുകളാണ്, നിങ്ങളോട് സൗഹൃദം പുലർത്തുന്നവരാണ്, ഞങ്ങളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാം. ഇങ്ങനെ കൂടെ നിന്ന് വഞ്ചിക്കുന്ന വഞ്ചിതരായ ആളുകളുടെ ചതിപ്രയോഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഹബീബായ നബി തങ്ങൾ സ്വഹാബികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ചെറുപ്പത്തിലും ഇതുപോലെ ഒരുപാട് വധശ്രമങ്ങൾ ഹബീബിനെതിരെ നടന്നിട്ടുണ്ട്. നമുക്കൊന്നേ ആശ്വസിക്കാനുള്ളൂ, എല്ലാ വിഷയങ്ങളിലും അഭയം പ്രാപിക്കാൻ അല്ലാഹു എന്ന പരമ്പൊരുളായ തമ്പുരാൻ മുകളിലുണ്ട്. വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക, അല്ലാഹുവിൽ ചെയ്തു വീട്ടേണ്ട കടപ്പാടുകൾ കൃത്യമാക്കുക, പരിശുദ്ധമായ അമലുകളിലും കർമ്മങ്ങളിലും ഭൗതികപരമായ വിഷയങ്ങളിൽ ഇടപെടും പോലെ മതകാര്യങ്ങളിൽ അലസത വരുത്താതിരിക്കുക. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പണ്ടച്ചോനെ നടക്കൂലല്ലോ. എന്നാൽ ഭൗതികപരമായി ദുനിയാവിൽ നിന്ന് വല്ല 1-2 ഉറുപ്പിക കിട്ടേണ്ട കേസ് കാണാൻ നമ്മൾ ഓക്കെ അല്ലേ എന്ന് പറയും. ഇങ്ങനെയുള്ള മാനസിക അന്തരം അതൊരു പ്രശ്നമാണ്. മുൻഗാമികളുടെ വിജയത്തിന്റെ പൊരുളും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദനയുടെ കാതലൊക്കെ ഇതാണ്. ദീനിൽ നിന്ന് അകലുന്നില്ല നമ്മൾ പറഞ്ഞാലും ഒരു അകൽച്ച നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആലോചിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹജ്ജാജിമാര് പോകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കൊത്തിവെച്ച ദീനിന്റെയും വിശ്വാസത്തിന്റെ കരുത്തിന്റെയും ഒരു പകുതിയെങ്കിലും നാട്ടിൽ നിൽക്കുന്ന നമുക്ക് വേണം. അല്ലാഹുവാണ് ഞാൻ അവരോട് എന്തൊക്കെ ബാധ്യതകൾ ചെയ്യേണ്ടവരാണ്. മുസ്ലിം ലോകത്ത് വേദനകൾ ഒരുപാട് കാണുന്നുവെങ്കിലും ഇതൊക്കെ എന്തിന്റെ മുന്നറിയിപ്പാണ് മനസ്സിലാക്കാൻ നമുക്കൊരു മനസ്സുണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് പോകുന്ന ഹംസ എന്ന സഹോദരനും ഭാര്യയും 500 രൂപ സംഭാവന. മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ സദഖകളൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. ഹജ്ജിന് പുറപ്പെടുന്ന സഹോദരങ്ങൾക്ക് വളരെ റാഹത്തായി കർമ്മങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ തൃപ്തികരമായി നിർവഹിക്കാനുള്ള ആരോഗ്യവും അനുകൂല സാഹചര്യങ്ങളെയും അവർക്ക് നീ നൽകണേ റബ്ബേ. കബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം ആ വിളിയാളം സ്വീകരിക്കാൻ പെട്ടെന്നൊരു ഭാവിയിൽ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മുറാദുകളൊക്കെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ പിതാവിന്റെയും വല്യപ്പമാരുടെയും ഒക്കെ പേരിൽ ദുആ ചെയ്യാൻ 1,00,000 രൂപ കുത്തുബഖാനയിലേക്ക് സംഭാവന ചെയ്ത സഹോദരൻ അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. അതിന്റെ വലിയ പ്രതിഫലത്തെ അവരെ ഹദറത്തുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവർക്കൊക്കെ മഗ്ഫിറത്തും സ്വർഗ്ഗവും നൽകണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കെല്ലാം തതുല്യമായ സവാബുകൾ നീ ചേർത്തണേ തമ്പുരാനെ. ഈ പള്ളിയുടെ പരിസരങ്ങളിൽ മറവ് ചെയ്യപ്പെട്ടവർക്കൊക്കെ നീ പൊറുക്കണേ അല്ലാഹ്. ആമീൻ റഹ്മത്തുക യാ റഹ്മാൻ റഹീം. 4 കുട്ടികളുടെ معاشر المسلمين رحمكم الله. الجمعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض. روى البخاري ومسلم عن أبي هريرة رضي الله أنه قال قال رسول الله صلى الله عليه وسلم إذا قلت لصاحبك أنصت والإمام يخطب يوم الجمعة فقد لغوت فاسمعوا وانصتوا رحمكم الله.
استمعوا ليغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. الحمد لله قرر الأرض بالمولج والمخرج وحقق لبريته خير المدرج، وأشهد أن لا إله إلا الله وحده لا شريك له شهادة تخلص العبد إذا أزعج، وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أفضل من هاجر إلى الله وأدلج وأظهر لله حجته وأفلج، صلى الله وسلم وبارك على سيدنا محمد وعلى آله وأصحابه وأعوانه وأتباعه الذين اشتاقوا لبلوغ مرامهم خير المنهج، صلاة وسلاما دائمين متلازمين إلى يوم لا ينفع فيه لأحد إذا بكى وأنشج. أما بعد، فيا أيها الفضلاء، أوصيكم وإياي أولا بتقوى الله العزيز الغفار. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. إخواني الكرام، نحن سمعنا في هذه الأيام كلمة مخوفة، والله ما سمعنا هذه الكلمة إلا بعدما سمعناها قرب إلينا الخوف والرعب في قلوبنا وأفئدتنا. سائر العيون إلى الرفا. إن الرفا في الأصل كان أرضا ليس فيه حياة ولا إنسان يعيش فيه هكذا، بل إن جيش الإسرائيليين لما بدأوا وشرعوا للجهاد ضد هذا الضعفاء وهذا الفقراء وهؤلاء الفقراء والغرباء ليس لهم ملجأ ولا مركز يلتجئون إليه، حتى إنهم يظن أنه دار يسكنون فيها،
بعدما التجأوا إلى هذا المكان أرادوا أن يحرقوا هذه الأرض ويهدموا ويخربوا ويفسدوا. كم من الرجال وكم من النساء وكم من الغلمان قد انتقلوا إلى رحمة الله عز وجل بإحراقهم وضربهم بصوتهم وتعذيبهم ومعاملاتهم الخبيثة القذرة. والله سمعنا عن فعالهم وعن أقوالهم وعن ارتكاباتهم في التاريخ قبل أيام وعصور وأزمنة مديدة، زمن النبي صلى الله عليه وسلم حينما انتهى جهاد أحد جعل النبي صلى الله عليه وسلم بينهم وبين اليهود والذين يعيشون في المدينة ومكة بعض العهد، حتى إنهم أرادوا نقض هذا العهد لما رأوا رسول الله صلى الله عليه وسلم يسير في طريق من طرقات المدينة حتى وصل إلى دار وإلى بيت أراد أن يجلس متكئا على جدار. رآه إبليس حتى إنه أراد أن يلقى على رأسه صخرة عظيمة وأعد لها صخرة باهية، حتى إنه جمع بعض المشركين الذين يحسدون رسول الله صلى الله عليه وسلم طول حياتهم وقال لهم: إني أريد أن أقتل محمدا، وإن كنتم تنصروني إني أعد لكم بعض الطرقات والسبل لاستئصاله. حتى أجاب أشقاهم عمرو بن جحاش فقال: أنا أريد أن أقتله، إن كنت تعد لي طريقا لاستئصاله وقتله. فقال إبليس: أنا والله أنا أريد أن أعد لك طريقا به تقتل محمدا صلى الله عليه وسلم. أعد صخرة عظيمة فقال له قبل استعداده، قال له سلام بن مشكم وقال: والله لا تفعل هكذا، إنه ليعلم ليخبرن بما هممتم، إن الله عز وجل سيخبره، وإن ملائكته سينزل إليه ويخبره بما تهم، بما تجمعون وبما تبحثون وبما تحدثون وبما تتكلمون. إن الله يعلم إن تخفوا ما في صدوركم أو تبدوه. حتى إن النبي صلى الله عليه وسلم لما أراد أن يجلس أرسل الله عز وجل جبريل إنه أسرع إليه وقال: يا أيها النبي صلى الله عليه وسلم، عليك أن ترجع من هذا المكان وأن تقوم وتذهب إلى طريق مكة، إلى طريق المدينة. فأسرع النبي صلى الله عليه وسلم مشي نحو المدينة، وسأل الصحابة معه أبو بكر الصديق رضي الله عنه وعمر ابن الخطاب رضي الله عنه، وقالوا له: يا رسول الله لأي شيء أسرعت بالمشي؟ فقال: إن الله أخبرني بكيد من جانب اليهود، وإن الله عز وجل قال: لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا. يقول النبي صلى الله عليه وسلم: دعوة المظلوم ترفع إلى الغمام وتفتح لها أبواب السماوات حتى ترفع إلى الله عز وجل، فيقول الله عز وجل: فوعزتي لأنصرنك ولو بعد حين.
3 دعوات مستجابات لا ترد: دعوة الوالد، ودعوة المسافر، ودعوة المظلوم. فاستقيموا وأبشروا بإجابة الله عز وجل في مستقبل قريب غير بعيد. إن الله عز وجل إذا التجأ وتضرع وابتهل إليه عبد مذنب منيب سيقرب إليه عز وجل بحسن الإجابة. هكذا علمنا رسول الله صلى الله عليه وسلم. لذلك تنبهوا إلى الله وكونوا معتصمين حبل الله لنكون فائزين عند الله يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. جعلنا الله وإياكم من عباده الصالحين. كلام العزيز الغفار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. صدق الله العلي العظيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله المؤخر المقدم المقدم خالق العين والسمع والبصر والدم. صلى الله على سيدنا محمد بجل به الباري الورى من أصل معدم. صلى الله عليه وعلى آله وأصحابه وأعوانه وأتباعه كانوا يؤثرون على أنفسهم لئلا يعدوا كبنيان مهدم. صلاة وسلاما دائمين متلازمين إلى يوم مسدم. أما بعد فيا أمة النبي المخدم أوصيكم وإياي أولا بتقوى الله إنه يشرح صدر المفدم. واتقوه تقوى الخاشع المذنب المندم. واتقوا ربكم إنه هو الرب الأكرم علم بالقلم علم الإنسان ما لم يعلم. ألا صلوا وسلموا على سيدنا محمد صلى الله عليه وسلم مهذب العقول من حبل مكدم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على رسولك سيدنا محمد
أنقذ الأمة من حبل وأسلوب مسدم، وعلى آله وأصحابه وأعوانه صلاة وسلاما دائمين متلازمين تشمروا واجتهدوا ليوم مجدم. اللهم ارض عن الخلفاء الراشدين المهديين، عن أولهم إمامنا أبي بكر الصديق، وعن ثانيهم إمامنا عمر بن الخطاب، وعن ثالثهم إمامنا عثمان بن عفان، وعن رابعهم إمامنا علي بن أبي طالب، وعن حمزة والعباس، وعن سائر أمهات المؤمنين وبقية الصحابة والقرابة رضوان الله تعالى عن كل واحد منهم أجمعين. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك سميع قريب مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ووالدينا وأساتذنا من النار، اللهم أعتقنا وإياهم من الديون والمظالم والنار، وأدخلنا وإياهم الجنة مع الأبرار يا عزيز يا غفار. اللهم ارزق من أرادوا السفر منا، اللهم وفقهم للحج والعمرة المقبولتين والمبرورتين مع الصحة والعافية مرارا يا ذا الجلال والإكرام برحمتك يا أرحم الراحمين. عباد الله، إن الله يأمر بالعدل والإحسان. الله أكبر الله أكبر، أشهد أن لا إله إلا الله، أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح، قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر، لا إله إلا الله. الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.
يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. الله سمع الله لمن حمده. الله بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر
السلام عليكم ورحمة الله. السلام عليكم ورحمة الله.